കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേകം ഈവനിങ്ങിലെ സ്നേഹവന്ദനം അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവസന്നിധിയിൽ ഇങ്ങനെ ആയിരിക്കാൻ തക്കവണ്ണം കർത്താവ് അവസരം നൽകിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് നടക്കാനിരിക്കുന്ന IPC ഫാമിലി കോൺഫറൻസിൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അതിൻ്റെ ലീഡർഷിപ്പിനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും മുടങ്ങാതെ പ്രാർത്ഥനയിൽ ഓർക്കുകയും ചെയ്യാൻ കർത്താവ് സഹായിക്കുന്നു. ദൈവത്തിന് എല്ലാ മഹത്വവും കരയേറ്റുന്നു. കർത്താവ് പ്രത്യേകമായിട്ട് സഹായിക്കട്ടെ. ഡോക്ടർ തോമസ് ഡിക്കുള, വെസ്ലി മാത്യു, ബെവൻ ജായനെ, ഡോക്ടർ മീനു ജോർജ്, രേഷ്മ തോമസ്, ഇവരെല്ലാവരും ഇതിനെ ലീഡർഷിപ്പ് കൊടുക്കുന്നല്ലോ. പ്രിയപ്പെട്ട എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. പ്രിയപ്പെട്ട എല്ലാവരും ക്രിസ്തുവിൽ എനിക്ക് വളരെ പ്രിയരാണ്. നിങ്ങളുടെ ലീഡർഷിപ്പിനെ ഓർത്ത് പ്രത്യേകം ദൈവത്തിന് നന്ദി പറയുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാവരും പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവദാസൻ പാസ്റ്റർ PV മാമൻ ക്രിസ്തുവിൽ എനിക്ക് വളരെ പ്രിയനായ, വളരെ അഭിഷിക്തനും അനുഗ്രഹീതനുമായ ദൈവദാസനാണ്. ഡോക്ടർ ജേക്കബ് തോമസ് ഇന്ന് രാത്രി നമ്മോട് കൂടെയുണ്ട്. പാസ്റ്റർ വർഗീസ് ജോൺ ഉണ്ട്. എല്ലാവരെയും പ്രത്യേകം വന്ദനം പറയുന്നു. ഒക്കലോമ എന്ന ഫിന്നി ബ്രദർ നമ്മുടെ മധ്യത്തിലുണ്ടല്ലോ. അങ്ങനെ പല പരിചയമുള്ള മുഖങ്ങളെ കാണുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹീതമായ ഈ കോൺഫറൻസിന് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളും പ്രത്യേകം അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. IPC എബ്രോൻ ഫിലദൽഫിയയുടെ പെൻസിൽവേനിയയുടെ പ്രത്യേക വന്ദനം നിങ്ങളെല്ലാവരെയും അറിയിക്കുന്നു. സഭയായിട്ട് വരും ദിവസങ്ങളിലും വേണ്ട എല്ലാ സപ്പോർട്ടും ഉണ്ടായിരിക്കും, പ്രാർത്ഥനയും ഉണ്ടായിരിക്കും. കർത്താവ് വിശേഷാൽ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിപ്പാൻ ലീഡർഷിപ്പ് എനിക്ക് തന്ന അവസരത്തിനും അനുവാദത്തിനുമായിട്ട് പ്രത്യേകം നന്ദി. കർത്താവ് നിങ്ങളെ വിശേഷാൽ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലെ ഏതാനും നിമിഷങ്ങളായിരിക്കാം. കർത്താവ് പ്രത്യേകം സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിലെ ഈ മീറ്റിങ്ങിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങളാണ്. എക്സഡസ് ചാപ്റ്റർ 4 വേഴ്സസ് 2 and 3. 2-3 വാക്യങ്ങളാണ് ഇന്ന് രാത്രി നമ്മൾ വായിക്കുന്നത്. യഹോവ അവനോട് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു. ഒരു വടിയെന്ന് അവൻ പറഞ്ഞു. അത് നിലത്തിടുക എന്ന് കൽപ്പിച്ചു. ഒരു പിതാവ് തൻ്റെ മകനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. എ ഫാദർ സെഡ് ടു ഹിസ് സൺ, യുവർ ബ്രദർ ഈസ് ബിഗർ ദാൻ യു, യുവർ സിസ്റ്റർ ഈസ് ബിഗർ ദാൻ യുവർ ബ്രദർ, യുവർ മദർ ഈസ് ബിഗർ ദാൻ യുവർ സിസ്റ്റർ, ആം യുവർ ഡാഡ് is bigger than your mom. After a few minutes thought, the child replied, but none of you are bigger than my God. ഇന്ന് രാത്രിയിൽ എൻ്റെ ചിന്ത അവിടെയാണ്. എല്ലാവരെക്കാളും വലിയ ദൈവം, നമ്മളെ ശക്തീകരിക്കുന്ന, നമ്മളെ ബലപ്പെടുത്തുന്ന ഒരു ദൈവം. ആ ഒരു ചിന്തയിലേക്കാണ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ ആത്മാവിൻ്റെ നിയോഗത്തോടെ നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. നമുക്കറിയാം, ഒരു കാലഘട്ടം കണ്ട ഏറ്റവും വലിയ ലീഡറാണ്, ദ ഗ്രേറ്റസ്റ്റ് ലീഡർ ദ വേൾഡ് ഹാഡ് എവർ സീൻ. ദാറ്റ് ഈസ് നോ വൺ എൽസ് ബട്ട് മോസസ്. പഴയ നിയമ ചരിത്രം പഠിച്ചാൽ ഏറ്റവും വലിയ, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മോസസ്. പക്ഷേ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താളുകൾ ഒന്ന് തിരിച്ചു നോക്കിയാൽ എന്നും സുഖകരമായിരുന്നില്ല. ആദ്യത്തെ 40 വർഷം എന്ന് പറയുന്നത് മിസ്രൈമിയ കൊട്ടാരത്തിലായിരുന്നു. അടുത്ത 40 വർഷം മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുകയായിരുന്നു. പിന്നത്തെ 40 വർഷം ഇസ്രായേൽ ജനത്തെ നയിക്കുകയായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഇടയിൽ ഉണ്ടായ ഒരു ഡിവൈൻ ഇൻ്റർവെൻഷൻ ഉണ്ട്, ഒരു ഹെവൻലി എൻകൗണ്ടർ ഉണ്ട്. എനിക്ക് ഈ കോൺഫറൻസിൻ്റെ തീം വളരെ ആഴമായിട്ട് എന്നെ സ്വാധീനിച്ചു. എംപവേർഡ് ടു ട്രാൻസ്ഫോം. അതിനെക്കുറിച്ച് നമുക്ക് കോൺഫറൻസ് കേൾക്കാം. ഞാൻ ഇന്ന് രാത്രിയിലെ ആ ഒരു ഭാഗം ഒന്ന് ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കുക, ദൈവത്തിൻ്റെ ഒരു കോളിൽ എത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഒരു പർപ്പസിൽ എത്തുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തെക്കുറിച്ചുള്ള നിത്യതയുടെ നിർണയം, ദൈവത്തിൻ്റെ വിളി, ദൈവം എന്താഗ്രഹിക്കുന്നു അവിടെ എത്തിച്ചേരണമെന്ന് ആഗ്രഹിച്ച് യാത്ര ചെയ്തൊരു മനുഷ്യൻ ഒരു പക്ഷേ ആദ്യത്തെ 80 വർഷങ്ങൾ താൻ തിരിഞ്ഞു നോക്കുമ്പോൾ പരാജയമാണ്. എത്തുവാൻ കഴിഞ്ഞില്ല, നേടുവാൻ കഴിഞ്ഞില്ല, ലക്ഷ്യം പ്രാപിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ കഴിയുന്ന ഒരു മനുഷ്യൻ. ഞാൻ മനുഷ്യ ജീവിതത്തെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കാറുണ്ട്. നമ്മളെല്ലാവരും എവിടെങ്കിലുമൊക്കെ മെസ്സപ്പ് ചെയ്തിട്ടുള്ളവരാണ്.
വി ഓൾ ഹാവ് മെസ്ഡ് അപ്പ് സംവെയർ ഓർ സം വേ. പക്ഷെ അതുകൊണ്ട് നമ്മൾ അവസാനിച്ചു എന്ന് നിങ്ങൾ കരുതരുത്. അതുകൊണ്ട് നമ്മൾ തീർന്നു പോയെന്ന് നിങ്ങൾ കരുതരുത്. നമ്മുടെ ദൈവം ആരാണെന്ന് തിരിച്ചറിഞ്ഞാൽ, നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ, നമ്മുടെ പരാജയങ്ങളുടെ നടുവിലും, നമ്മുടെ തകർച്ചകളുടെ നടുവിലും, നമ്മുടെ ഇല്ലായ്മകളുടെ നടുവിലും, നമ്മുടെ ബലഹീനതകളുടെ നടുവിലും പകരപ്പെടുന്ന ഒരു ദൈവശക്തിയുണ്ട്. ദൈവം നമ്മളെ എംപവർ ചെയ്യുകയാണ്. നമ്മളെല്ലാവരും ശക്തരായിട്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ കൂടുതൽ കൊണ്ടോ, നമ്മുടെ ഫാമിലിയുടെ ശ്രേഷ്ഠത കൊണ്ടോ, നമ്മൾ ജനിച്ച രാജ്യത്തിൻ്റെ പ്രത്യേകത കൊണ്ടോ, ആയിരിക്കുന്ന പട്ടണത്തിൻ്റെ നന്മ കൊണ്ടോ ഒന്നുമല്ല നമ്മൾ പ്രയോജനപ്പെടുന്നത്. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ ദൈവം മോസസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്ക് അതിനപ്പുറത്തേക്ക് പോകാനുള്ള സാവകാശമില്ല. ആ സമയത്തിനുള്ളിൽ ആ ദൂത് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ ഡിവൈൻ ഇൻ്റർവെൻഷൻ ഹോരേബിൽ വെച്ച് സംഭവിക്കുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഒരുപക്ഷെ ഒഴിഞ്ഞ കൈയോടുകൂടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ, സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തൊരു മനുഷ്യൻ, താൻ നിൽക്കുന്ന പർവ്വതം അത് പ്രകൃതി ദൈവത്തിൻ്റെതാണ്. കത്തുന്ന തീ സ്വർഗത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ഇൻ്റർവെൻഷനിൽ സംഭവിച്ചൊരു കാര്യമാണ്. ഏഞ്ചൽ, ഹെവൻലി ഏഞ്ചലാണ്. ആകപ്പാടെ ഉണ്ടായത് കുറേ ആടുകളാണ്. അത് അമ്മായിപ്പൻ്റേതാണ്. കാലിലൊരു ചെരുപ്പുണ്ടായിരുന്നു. ദൈവം പറഞ്ഞു ചെരുപ്പൂരി കളയാൻ പറഞ്ഞു. ഇപ്പോൾ ദൈവം ചോദിക്കുന്ന വളരെ ശക്തമായൊരു ചോദ്യമുണ്ട്. വളരെ പ്രൊഫൗണ്ടായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതാണ് ഈ രാത്രി നമ്മൾ വായിച്ചത്. നിങ്ങൾ ഒരു നിമിഷം എന്നോടുകൂടെ ശ്രദ്ധിക്കണം. ദ ലോർഡ് സെഡ് ടു ഹിം, വാട്ട് ഈസ് ദാറ്റ് ഇൻ യുവർ ഹാൻഡ്? ദൈവം ചോദിക്കുകയാണ്, നിന്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് എന്താണ്? ഞാൻ ഈ ഭാഗം വായിച്ച് ധ്യാനിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ വന്നൊരു കാര്യമുണ്ട്. കയ്യിലിരുന്നതെല്ലാം, ഈവൻ ചെരുപ്പ് പോലും ഊരിക്കളയാൻ ദൈവം പറഞ്ഞപ്പോൾ ദൈവത്തിന് അറിയത്തില്ലേ മോശയുടെ കയ്യിലിരിക്കുന്ന എന്താണെന്ന്? ദൈവം ഇന്ന് രാത്രി ചോദ്യം ചോദിക്കുന്നത് കുറേ ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനല്ല, ആ ഇൻ്റഗ്രിറ്റി ഒന്ന് കാണാനാണ്. ആ മനുഷ്യൻ്റെ ഹൃദയത്തെ ഒന്ന് തൂക്കി നോക്കാൻ, ഒന്ന് അളന്നു നോക്കാൻ, അവൻ്റെ ജീവിതത്തെ ഒന്ന് സ്പർശിക്കാൻ വേണ്ടിയാണ് ദൈവം ഈ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ഈ പലപ്പോഴും ഈ ചോദ്യം ബൈബിളിൽ വ്യത്യസ്ത നിലകളിൽ ആവർത്തിക്കപ്പെട്ടത് കണ്ടിട്ടുണ്ട്. വ്യത്യസ്ത നിലകളിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. പ്രവാചക ശിഷ്യൻ്റെ അടുക്കൽ വരുന്ന സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, നിന്റെ വീട്ടിൽ എന്തുണ്ട്? വാട്ട് യു ഹാവ് ഇൻ യുവർ ഹൗസ്? നമുക്കറിയാം ആ ബാലകന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ചരിത്രത്തിൽ ഇത് ആവർത്തിക്കപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ചെറിയ സാധ്യതകളുടെ നടുവിൽ വലിയ ദൈവപ്രവൃത്തി. ദൈവം ഇന്ന് രാത്രി ഒരു മനുഷ്യനോട് ചോദിക്കുകയാണ്, വാട്ട് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്സ്? ഞാനിത് ഈ വചനങ്ങൾ ധ്യാനിക്കുമ്പോൾ, വായിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ഒരു ദൈവിക ദൂത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. മോസസിന്റെ ജീവിതത്തിന് 3 പാർട്ടുണ്ടെങ്കിൽ ഞാൻ ഈ സ്റ്റിക്കിനെ, ഈ റോഡിനെ, ഈ സ്റ്റാഫിനെ ആ ലൈഫുമായിട്ടൊന്ന് കമ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയാം ദൈവവചനം നന്നായി അറിയുന്നവരും പ്രസംഗിക്കുന്നവരും പഠിപ്പിക്കുന്നവരും വളരെ ദൈവവചനത്തിന് ജ്ഞാനമുള്ള ദൈവദാസന്മാർ, ദൈവമക്കളാണ് ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. നിങ്ങൾ നോക്കുക, ജീവിതത്തിൻ്റെ 3 ഭാഗങ്ങൾ നമ്മളൊന്ന് എടുത്ത് വ്യത്യസ്തമായിട്ട് മാറ്റി നിർത്തിയാൽ ഈ സ്റ്റാഫ്, ഈ റോഡ്, അതുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുവാൻ കഴിയും. നമുക്കറിയാം എല്ലാ ഈജിപ്തിലെ രാജാക്കന്മാർക്കും, ഫറവോ രാജാക്കന്മാർക്കും 6 അടി നീളമുള്ള ഒരു സെപ്റ്റർ അവരുടെ കയ്യിലുണ്ട്, ഒരു ചെങ്കോൽ അവരുടെ കയ്യിലുണ്ട്. ഏത് ഫറവോൻ്റെ ചിത്രം നിങ്ങൾ കണ്ടാലും നമുക്കിത് കാണാൻ കഴിയും. ഒരുപക്ഷെ ആദ്യത്തെ 40 വർഷം മോശ മിസ്രയീമിലായിരുന്നപ്പോൾ, ഫറവോൻ്റെ കൊട്ടാരത്തിലായിരുന്നപ്പോൾ അവൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു സെപ്റ്റർ ഉണ്ടായിരുന്നോ നമുക്കറിയത്തില്ല. പക്ഷെ അത് റെപ്രസെൻ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അത് പ്രസ്റ്റീജാണ്. തൻ്റെ പ്രസ്റ്റീജായിരുന്നു അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷത്തിൽ. അത് തൻ്റെ പവറായിരുന്നു. അത് തൻ്റെ പേഴ്സണാലിറ്റിയുടെ റെപ്രസെൻറ്റേഷൻ ആയിരുന്നു. അധികാരത്തിൻ്റെ ദിവസങ്ങൾ. 40 വർഷം ഇസ്രയേലിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന അധികാരത്തിൻ്റെ, പേഴ്സണാലിറ്റിയുടെ, പ്രസ്റ്റീജിൻ്റെയൊക്കെ ചിത്രമായിരുന്നു 6 അടി നീളമുള്ള ആ സെപ്റ്റർ തൻ്റെ കയ്യിലുള്ളപ്പോൾ. എന്താണ് ഇത് കാണിക്കുന്നത്? ഇത് പാസ്റ്റിനെ കാണിക്കുകയാണ്, കഴിഞ്ഞ കാലങ്ങളെ കാണിക്കുകയാണ്. എന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ കൊണ്ട് നിൽക്കുന്നില്ല. അടുത്ത 40 വർഷം താൻ മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുകയാണ്. നമുക്കറിയാം എല്ലാ യഹൂദ ഇടയന്മാരുടെ കയ്യിലും 6 അടി നീളമുള്ള ഒരു കോലുണ്ട്, ഒരു വടിയുണ്ട്. എന്തിനാണത് ഉപയോഗിക്കുന്നത്? ആടുകളെ മേയ്ക്കുവാൻ, അതിനെ ഗൈഡ് ചെയ്യുവാൻ.
പക്ഷെ നമുക്ക് മോസസിനോട് ചോദിക്കാം, ഇന്നലത്തെ പ്രസ്റ്റീജ് ആയിരുന്നത്, കഴിഞ്ഞ 40 വർഷത്തെ നിന്റെ പ്രസ്റ്റീജോ പവറോ പേഴ്സണാലിറ്റിയോ ഒക്കെ ആയിരുന്ന ഈ സെപ്റ്റർ ഇന്ന് എന്തായിരിക്കുന്നു? ടുഡേ ഇറ്റ് ഈസ് മൈ പ്രോബ്ലം, ഇറ്റ് ഈസ് മൈ പ്രൊഫഷൻ. ഇന്ന് ഇതെന്റെ പ്രോബ്ലമാണ്, ഇന്ന് ഇതെന്റെ പ്രൊഫഷനാണ്. ഇപ്പോൾ അധികാരമില്ല, ഇപ്പോൾ ചെങ്കോലില്ല, ആടിനെ മേയ്ക്കുന്ന ഒരു വടി മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ഇവിടെയാണ് സംഗതികൾ മാറ്റി ദൈവം മറിക്കുന്നത്. ഇവിടെയാണ് കാര്യങ്ങൾക്ക് ദൈവം വലിയ വ്യത്യാസം വരുത്തുന്നത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട് വി ആർ ഹോൾഡിംഗ് ഇൻ അവർ ഹാൻഡ്സ്. നമ്മൾ ഇന്ന് രാത്രി നമ്മുടെ കയ്യിൽ വെച്ചിരിക്കുന്ന എന്താണ്? സംടൈംസ് ഇറ്റ് മേ ബി ഗുഡ്, സംടൈംസ് ഇറ്റ് മേ ബി ബാഡ്. ചില നല്ല കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകാം, ചില തിന്മയായ കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകാം. നമ്മുടെ ഹൃദയത്തിനകത്തോ നമ്മുടെ കയ്യിലോ നമ്മുടെ ജീവിതത്തിലോ. പക്ഷെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഈ രാത്രിയിൽ, നമ്മുടെ ഹൃദയത്തെ നോക്കി ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞാൻ ഈ രാത്രി തിരുവെഴുത്തിലൂടെ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ച. ദൈവം ചോദിക്കുകയാണ്, വാട്ട് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്. നിന്റെ കയ്യിൽ ഇന്ന് രാത്രി ഇരിക്കുന്ന എന്താണ്? മോശ വേണമെങ്കിൽ പറയും, ദൈവമേ, എൻ്റെ കയ്യിൽ ആദ്യമുണ്ടായിരുന്നൊരു ചെങ്കോലാണ്, അധികാരത്തിൻ്റെ, പദവിയുടെ, പവറിൻ്റെ റെപ്രസെൻറ്റേഷനായി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു ചെങ്കോലാണ്. ഇപ്പോൾ നീ എന്നോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കേവലം മിണ്ടാപ്രാണികളായ ആടിനെ മേയ്ക്കുന്ന എൻ്റെ പ്രൊഫഷനായിരിക്കുന്ന, അതിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കുന്ന ഒരു കേവലം വടിയാണ് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇനി നിങ്ങൾ അവിടെ കൊണ്ട് നിർത്തരുത്. 4 അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം നോക്കുക. ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. ആൻഡ് ഹി സെഡ് ടു ഹിം, ത്രോ ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. ഹല്ലേലൂയ. അത് നിലത്തേക്കിടുക, അത് നിലത്തേക്കിടുക. എന്നെ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, ദൈവദാസന്മാരെ, അഭിഷിക്തന്മാരെ, ഒരു മനുഷ്യനെ ദൈവം എംപ്റ്റി ചെയ്തിട്ട്, ഒരു മനുഷ്യനെ ദൈവം ശൂന്യമാക്കിയിട്ട് അസാധാരണമായ ഒരു ദൈവിക ദർശനം, ഒരു ഡിവൈൻ ഇന്റർവെൻഷൻ ജീവിതത്തിൽ കൊടുത്ത്, ഒരു ഹെവൻലി എൻകൗണ്ടർ ജീവിതത്തിൽ കൊടുത്ത് ദൈവം അതിശക്തമായി ഉപയോഗിക്കാൻ പോവുകയാണ്. അടുത്ത 40 വർഷം തൻ്റെ ജനമായ ഇസ്രായേലിനെ മരുഭൂമിയിൽ നടത്തേണ്ട ആളാണ്. മാത്രമല്ല, അന്നത്തെ മുഴുവൻ ആഭിചാര മന്ത്ര തന്ത്ര പ്രയോഗങ്ങളുടെ കേന്ദ്രമായിരുന്ന ഈജിപ്റ്റ്, മന്ത്രവാദികൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്ന ഫറവോന്റെ കൊട്ടാരം, അവിടെ ഒരു മനുഷ്യൻ, അതും വിക്കനായ ഒരു മനുഷ്യൻ ചെന്ന് നിന്ന് ജനത്തെ വിടുവിക്കുക എന്ന് പറഞ്ഞാൽ ഫറവോൻ കേൾക്കുമോ? ഫറവോനെ പോലും നിയന്ത്രിക്കുന്ന എന്നേസും എംബ്രേസിന്റെ നേതൃത്വത്തിലുള്ള അന്ധകാര ശക്തികൾ പ്രബലമായി കുടികൊണ്ടിരിക്കുന്ന ഈജിപ്റ്റ് എന്ന് പറഞ്ഞ രാജ്യത്ത് ഒരു മനുഷ്യൻ, ഒരു ഇടയനായ മനുഷ്യൻ കേവലമായി ഒരു വടി കൊണ്ട് ചെന്ന് ഈ ജനത്തെ വിടുവിക്കാൻ കഴിയുമോ? ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവാത്മാവിൽ നിങ്ങളോട് ഒരു ദൂത് പറയാം. അല്ല, ഇതിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. ത്രോ ഇറ്റ് ഓൺ ദ ഗ്രൗണ്ട്. അത് നീ ഒന്ന് താഴെയിട്. അത് നീ താഴെയിടുമ്പോൾ അതിനകത്തൊരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കും. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെയും ഹൃദയത്തെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിന് പറയാനുള്ള ഒരു ദൂത് ഞാൻ ഇന്ന് രാത്രി കൈമാറുകയാണ്. നമ്മുടെ തകർച്ചകളുടെ നടുവിൽ, നമ്മുടെ പരാജയങ്ങളുടെ നടുവിൽ, ഒരുപക്ഷെ ഉന്നതിയാകട്ടെ താഴ്ചയാകട്ടെ, ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഡിവൈൻ ഇന്റർവെൻഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ട്രാൻസ്ഫോർമേഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ, ഞാൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ഇന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇറ്റ്സ് എ പ്രോസസ്. ഓവർനൈറ്റ് കൊണ്ട് സംഭവിക്കുന്ന കാര്യമൊന്നുമല്ല. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു പ്രോസസ്സാണ്. ദൈവം നമ്മളെ പണിതുകൊണ്ടേ ഇരിക്കുകയാണ്. ദൈവം നമ്മളെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. നമ്മുടെ അനുദിന ജീവിതത്തിൽ, നമ്മുടെ മിനിസ്ട്രിയിൽ, നമ്മുടെ ഓരോ ദിവസത്തെയും ജീവിതത്തിൽ ദൈവം നമ്മളെ ട്രാൻസ്ഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇറ്റ് ഈസ് പ്രഷ്യസ്. ഇത് ഏറ്റവും വിലയേറിയതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല, ഇറ്റ് ഈസ് പവർഫുൾ. ഇത് ഭയങ്കര ശക്തിയുള്ളതാണ്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ. മോസസിനോട് ദൈവം പറഞ്ഞു ആ വടി താഴെ ഇടാൻ. അതിനുശേഷം നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാവുന്ന ആയതുകൊണ്ട് ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. അത് കരങ്ങളിൽ എടുത്തുകൊണ്ട് പോകുന്ന മോസസിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. നെക്സ്റ്റ് 40 years. ഇവിടെയാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ട്വിസ്റ്റ് ആൻഡ് ടേൺസ്. ഇവിടെയാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. കഴിഞ്ഞ 80 വർഷത്തിലേക്ക് ഇനി തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമേ ഇല്ല. കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങളിലേക്ക് ഇനി നോക്കേണ്ട ആവശ്യമേ ഇല്ല. കഴിഞ്ഞ നാളുകളിലെ സങ്കടങ്ങളല്ല ഇന്ന് രാത്രിയിൽ നിന്റെ ലൈഫിനെ ഡിഫൈൻ ചെയ്യുന്നത്. സംടൈംസ് ഇറ്റ് മേ ബി അവർ പ്രസ്റ്റീജ്, സംടൈംസ് ഇറ്റ് മേ ബി അവർ പ്രോബ്ലം. അതല്ല നമ്മളെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളെ ഡിഫൈൻ ചെയ്യുന്നത് ആ ട്രാൻസ്ഫോർമേഷനാണ്. നമ്മുടെ മേൽ പകരുന്ന അസാധാരണമായ രൂപാന്തരത്തിന്റെ ശക്തിയാണ്. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, when the Holy Spirit shall come upon you. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ
നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തി. ഇതിനകത്ത് ഇന്ന് രാത്രിയിൽ വന്നിരിക്കുന്ന ഓരോരുത്തരും അഭിഷിക്തരാണ്. എനിക്കറിയാം നിങ്ങളൊക്കെ അമേരിക്കയുടെ പട്ടണങ്ങളെ പിടിച്ചു കുലുക്കാൻ കഴിയുന്ന അഭിഷേകം വ്യാപരിക്കുന്നവരാണെന്ന് എനിക്കറിയാം. ഒറ്റ നോട്ടത്തിൽ, നമ്മുടെ ഒരു നോട്ടത്തിനകത്ത് അഭിഷേകം വ്യാപരിക്കും. നമ്മുടെ ഒരു ഷെയ്ക്ക് ഹാൻഡിനകത്ത് അഭിഷേകം വ്യാപരിക്കും. നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്കകത്തും അഭിഷേകത്തിന് ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഹല്ലേലൂയ. നമ്മുടെ സൗന്ദര്യമോ നമ്മുടെ സൗകര്യങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസമോ ഒന്നുമല്ല ജനത്തെ അനുഗ്രഹിക്കുന്ന, ജനത്തിന് വിടുതലുണ്ടാകുന്നത്, ദൈവസഭ ഉണർത്തപ്പെടുന്നത് നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകം, അത് പകരപ്പെടുന്ന അഭിഷേകമാണ്. ഹല്ലേലൂയ. മോസസിനോട് ദൈവം പറഞ്ഞു, ഈ വടി കയ്യിലെടുത്തുകൊണ്ട് പൊക്കോളാൻ പറഞ്ഞു. ട്രാൻസ്ഫോർമേഷൻ. വടി കയ്യിലെടുത്തുകൊണ്ട് പോകുന്ന മോസസിനെ നിങ്ങളൊന്ന് നോക്കിക്കേ. എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഹല്ലേലൂയ. എന്താ ഇനി ഇത് റെപ്രസെന്റ് ചെയ്യാൻ പോകുന്നത്? ഇതിനകത്ത് നിന്റെ പ്രോമിസസ് മുഴുവൻ ഉണ്ട്. നിനക്കുള്ള മുഴുവൻ വാഗ്ദത്തങ്ങളും ഇതിനകത്തുണ്ട്. ഹല്ലേലൂയ. എന്താ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എന്ന് ഞാൻ പറയാൻ കാരണം, ഞാൻ തിരുവെഴുത്ത് വായിച്ചു നോക്കി. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി, ഭയങ്കര പവർഫുൾ ആയിട്ട് തോന്നി. ഈജിപ്തിലെ മുഴുവൻ മന്ത്രവാദികളെ മിണ്ടാതാക്കാൻ കഴിയുന്ന അസാധാരണമായ ദൈവശക്തി ഇതിനകത്തൂടെ വ്യാപരിക്കുകയാണ്. എന്തിനേറെ, ദൈവജനത്തെ വിടുവിച്ചു കൊണ്ടുവരുമ്പോൾ ചെങ്കടലിന്റെ മുമ്പിൽ വെച്ച് ദൈവം പറഞ്ഞു, നീ ആ വാടി നീട്ടുക. ചെങ്കടൽ വിഭജിക്കപ്പെട്ടു. എന്തിന്? മിസ്രയീമിലുണ്ടായ ഓരോ ബാധകളിലും ഈ വടി ഉപയോഗിച്ചത് അസാധാരണമായ വിധത്തിലല്ലേ? മരുഭൂമിയിൽ ജനം വെള്ളമില്ലാതെ ഭാരപ്പെട്ടപ്പോൾ ദൈവം പറഞ്ഞു പാറയെ അടിക്കാൻ പറയുമ്പോൾ അവർക്ക് വേണ്ടി വെള്ളം പുറപ്പെട്ടില്ലേ? ട്രാൻസ്ഫോർമേഷന്റെ പവർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഞാൻ ഇന്ന് രാത്രി വടിയെക്കുറിച്ച് പറയാനല്ല, നമ്മുടെ ലൈഫിനെ കുറിച്ച് പറയാനാണ്. പകരുന്ന ഈ തലമുറയിൽ ഞാൻ ഇന്ന് ഇടുക്കള സാറുമായിട്ട് അല്പസമയത്തിന് മുമ്പേ സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വായിച്ച സർവേ നിങ്ങൾക്കറിയാമോ? അമേരിക്കയിൽ ഒരു വർഷം 1 മില്യൺ യങ്സ്റ്റേഴ്സ് ക്രിസ്ത്യാനിത്വം വിട്ടുപോകുന്നു. ഇതിന്റെ ഭീകരത നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ? 1 മില്യൺ യങ്സ്റ്റേഴ്സ് അമേരിക്കയിൽ ഓരോ വർഷവും ക്രിസ്ത്യാനിത്വം വിട്ടുപോകുന്നു. അടുത്ത 10 വർഷം കൊണ്ട് 10 മില്യൺ യങ്സ്റ്റേഴ്സ് ക്രിസ്ത്യാനിത്വം വിട്ടുപോകുകയാണ്. മേജർ ഡിനോമിനേഷൻസ് എല്ലാം എടുത്തു നോക്കുക. ഞാൻ ഇന്ന് രാത്രിയിൽ സർവേ പറയാനല്ല ഇവിടെ നിൽക്കുന്ന. മേജർ ഡിനോമിനേഷൻസ് എല്ലാം എടുത്തു നോക്കുക. ഇതിന് നടുവിൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഞാൻ ആത്മാവിൽ ഇന്ന് രാത്രി ആ ദൂത് കൈമാറുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ആത്മനിറവിന്, നമ്മുടെ മേൽ പകർന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷന്റെ ആ പവറിന് ഈ തലമുറയിൽ എന്തെങ്കിലുമൊക്കെ സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഈ രാത്രി എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കണം. താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു, ഈ വടി നിന്റെ കയ്യിലെടുത്തോളാൻ പറഞ്ഞു. സ്തോത്രം. ആ വടിയുമായിട്ട് ഇനിയും അവൻ പോകുമ്പോൾ ദൈവം ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നമുക്കറിയാം. എനിക്കറിയാം എൻ്റെ മുമ്പിൽ സമയം വളരെ ചുരുക്കമാണെന്ന് എനിക്കറിയാം. ചില നാളുകൾക്ക് മുമ്പ് ഞാൻ ധ്യാനിക്കുമ്പോൾ ദൈവം എന്നോട് ഇടപെട്ട ചില കാര്യങ്ങളുണ്ട്. ദൈവത്തിൻ്റെ എക്കോണമി, ഇൻ ഗോഡ്സ് എക്കോണമി ലെസ് ഈസ് മോർ. ദൈവത്തിൻ്റെ എക്കോണമിയിൽ 32,000 അല്ല, 300 32,000-ത്തേക്കാൾ വലുത്. അത് നിങ്ങൾ ഒരിക്കലും മറക്കരുത്. ലെസ് ഈസ് മോർ. ഇൻ ഗോഡ്സ് കിങ്ഡം ലാസ്റ്റ് ഈസ് ദ ഫസ്റ്റ്. ദൈവരാജ്യത്തിൽ ഒന്നാമനല്ല, ഒടുക്കത്തവനാണ് ഒന്നാമനെന്ന് ദൈവം കാണുന്നത്. ഇൻ ഗോഡ്സ് ആർമി വീക്ക് ഈസ് ദ സ്ട്രോങ്. ദൈവത്തിന്റെ പട്ടാളത്തിൽ, ദൈവത്തിന്റെ സൈന്യത്തിൽ ബലഹീനനാണ് ഏറ്റവും ശക്തനായ മനുഷ്യൻ. ഇൻ ഗോഡ്സ് പെർസ്പെക്റ്റീവ് പുവർ ഈസ് റിച്ച്. ഒരു മാർഗവുമില്ലാത്തവൻ, ഒരു സ്വാധീനമില്ലാത്തവനാണ് ഏറ്റവും സമ്പന്നൻ. പരിശുദ്ധാത്മാവിനോട് ഇടപെട്ട 4 വാക്കുകൾ ഞാൻ ഒന്നുകൂടെ പറയുന്നു. ഇൻ ഗോഡ്സ് എക്കോണമി ലെസ് ഈസ് മോർ. ഇൻ ഗോഡ്സ് കിങ്ഡം ലാസ്റ്റ് ഈസ് ദ ഫസ്റ്റ്. ഇൻ ഗോഡ്സ് ആർമി വീക്ക് ഈസ് ദ സ്ട്രോങ്. ആൻഡ് ഇൻ ഗോഡ്സ് പെർസ്പെക്റ്റീവ് പുവർ ഈസ് റിച്ച്. ഒരപ്പനും 10 വയസ്സുള്ളൊരു മകനൂടെ നിൽക്കുമ്പോൾ ആ മകൻ ഒരു വലിയ പാറ ഇങ്ങനെ ഉരുട്ടാൻ ശ്രമിക്കുകയാണ്. അപ്പം ചോദിച്ചു, മോനെ നീ എന്താ ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ഈ പാറ ഉരുട്ടാൻ ശ്രമിക്കുക. അവൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ച് പാറ ഉരുട്ടാൻ ശ്രമിച്ചിട്ടും അതിനെ ഒന്ന് മൂവ് ചെയ്യാൻ ശ്രമിച്ചിട്ടും സാധിക്കുന്നില്ല. അപ്പനൊരു ചോദ്യം ചോദിച്ചു. പിതാവ് ചോദിച്ചു, മോനെ നിന്റെ കഴിവ് മുഴുവൻ നീ ഉപയോഗിച്ചോ? അവൻ പറഞ്ഞു, എൻ്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചു. അപ്പം പറഞ്ഞില്ല, നിന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചില്ല. നിന്റെ കഴിവ് മുഴുവൻ ഉപയോഗിച്ചു എന്ന് നീ പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? നീ എന്നോട് ആവശ്യപ്പെടുമ്പോഴാണ്. മൈ സ്ട്രെങ്ത് ഈസ് യുവർ സ്ട്രെങ്ത്. ഐ ആം സ്റ്റാൻഡിങ് ഹിയർ ടു ഹെൽപ്പ് യു. നിന്നെ സഹായിക്കാൻ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നീ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കുമായിരുന്നു. 10 വയസ്സുള്ള നിന്റെ ശക്തി എന്ന് പറയുന്നത് നിന്റെ ശക്തിയല്ല, എൻ്റെ ശക്തിയാണ്. ഞാൻ നിന്നെ സഹായിക്കും. ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ്
who strengthens me. അഭിഷിക്തന്മാരെ, ഇന്ന് രാത്രിയിൽ ഞാൻ നിങ്ങളെ ഒന്ന് ദൈവസന്നിധിയിൽ ഒന്നുകൂടെ നിങ്ങളുടെ ഹൃദയത്തെ ഒന്ന് തട്ടി ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ തലമുറയെ നേടാൻ നമുക്ക് കഴിയും. നമ്മുടെ സഭകളിൽ പരിവർത്തനമുണ്ടാകും. നമ്മുടെ ദേശത്ത് ഉണർവ് വ്യാപരിക്കും. ദൈവം ഈ കാലഘട്ടത്തിൽ അസാധാരണമായ നിലയിൽ ദൈവം നമ്മളെ ഉപയോഗിക്കും. പക്ഷേ നമ്മൾ ഇന്ന് രാത്രി തിരിച്ചറിയണം, ഒരു കാലത്ത് നമ്മുടെ പ്രസ്റ്റീജ് ആയിരുന്നത്, ഒരു കാലത്ത് നമ്മുടെ പവർ ആയിരുന്നത്, പിൽക്കാലത്ത് നമ്മുടെ പ്രോബ്ലമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെ ഒരു പ്രോമിസാക്കി മാറ്റുന്ന ഒരു അസാധാരണമായ ദൈവത്തിന് ഇടപെടൽ നമ്മുടെ മേൽ സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. ആത്മാർത്ഥമായിട്ട് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് നമുക്ക് പറയണം, മോസസിനോട് ദൈവം ചോദിച്ചു, വാട്ട് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്? ദ റോഡ് ഐഡന്റിഫൈഡ് മോസസ് ആസ് എ ഷെപ്പേർഡ്, ബട്ട് ടുഡേ ദ സെയിം റോഡ്, അതേ റോഡ് തന്നെ അവനെ ഒരു അഭിഷിക്തനാക്കി ഐഡന്റിഫൈ ചെയ്യാൻ പോവുകയാണ്. എപ്പോഴെങ്കിലും മോസസിന്റെ കയ്യിൽ ഒരു വടി കാണുമ്പോൾ അവർ പറയും ഇവനൊരു ആട്ടിടയനാണെന്ന്. പക്ഷെ ഇന്ന് ഈജിപ്തുകാർ അങ്ങനെ പറയത്തില്ല, ഇന്ന് ഫറവോൻ അങ്ങനെ പറയത്തില്ല. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ യാത്ര ചെയ്യുമ്പോൾ അവരിനി പറയത്തില്ല ഇവൻ ആട്ടിടയനാണെന്ന്, ഇവൻ അഭിഷിക്തനാണെന്ന് പറയും. കാരണം ഈ വടിക്കകത്തിലൂടെ, ഇതിനകത്തിലൂടെ അസാധാരണമായൊരു ദൈവശക്തിയുണ്ട്. എന്താ ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറഞ്ഞു വരുന്നത്? ട്രാൻസ്ഫർമേഷന് ഭയങ്കര പവറാണുള്ളത്. ദൈവം നമ്മളെ മാറ്റുന്നു. ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ബലഹീനമായതിനെ അല്ലേ തിരഞ്ഞെടുക്കുന്നത്? ഞാൻ ഈ ആനയെ ടൈം ചെയ്യുന്നതിനെ കുറിച്ച് വായിച്ചിട്ടുണ്ട്. കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുന്ന ആനക്കുട്ടികളെ കൊണ്ടുവന്ന് വലിയൊരു ചങ്ങലയിൽ കെട്ടിയിടും. വലിയൊരു ചങ്ങലയിൽ ആനക്കുട്ടി കാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ ചങ്ങല പൊട്ടിക്കാൻ ശ്രമിക്കും. കുറേ മാസങ്ങൾ അത് ശ്രമിക്കും ഈ ചങ്ങല പൊട്ടിക്കാൻ. ഒരിക്കലും അതിന് സാധ്യമല്ല. അതിന് പൊട്ടിക്കാൻ സാധ്യമല്ല. കുറേ നാൾ കഴിയുമ്പോൾ ഈ പാപ്പന്മാർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഈ ചങ്ങല അഴിച്ചു കളയും. അതിനുശേഷം ഒരു ചരട് പോലും ഈ ആനയുടെ കാലെ കെട്ടിയാൽ ആന അത് പൊട്ടിക്കാൻ ശ്രമിക്കത്തില്ല. കാരണം അതിൻ്റെ മൈൻഡ് സെറ്റ് അങ്ങനെ ആയിപ്പോയി. അതും വിചാരിക്കുന്നത് അന്നത്തെ ചങ്ങലയാണ് ഇപ്പോഴും എൻ്റെ കാലെ കിടക്കുന്നത്. ആത്മീയരായ ദൈവദാസന്മാർ, അഭിഷിക്തന്മാർ ഇന്ന് രാത്രിയിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. പിശാച് പറഞ്ഞ വ്യാജം നമ്മൾ വിശ്വസിക്കരുത്. അന്ധകാര ശക്തികൾ വെച്ചിരിക്കുന്ന വ്യാജങ്ങൾ നമ്മൾ വിശ്വസിക്കരുത്. ഇന്ന് രാത്രി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന അഭിഷേകമാണ് ശക്തിയുള്ളത്. ഈ കോൺഫറൻസ് ചരിത്രത്തിൽ സ്വാധീനം ചെലുത്തുന്ന കോൺഫറൻസായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ലീഡർഷിപ്പിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രത്യേകിച്ച് പാസ് പറഞ്ഞു തുടങ്ങിയ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു. ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. അമേരിക്കയിലുള്ള അന്ധകാര ശക്തികളോടുള്ള നമ്മുടെ പോരാട്ടമാണ്. ഇതൊരു കോൺഫറൻസിന്റെ ലീഡർഷിപ്പിന് വേണ്ടി ദൈവമക്കൾ എല്ലാവരും പ്രാർത്ഥിക്കണം. കാരണം ഇതൊരു സ്പിരിച്വൽ വാർഫെയർ ആണ്. അവരുടെ കുടുംബങ്ങളെ, അവരുടെ കുഞ്ഞുങ്ങളെ, അവരുടെ ജോലി, അവരുടെ ഭവനം, അവരുടെ സഭകളെല്ലാം സംരക്ഷിക്കപ്പെടണം. ഇതൊരു ചെറിയ കാര്യമല്ല. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഞാൻ ആരോടും പറഞ്ഞില്ലെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. എല്ലാ കോൺഫറൻസ് ലീഡേഴ്സിനും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയല്ല, ഈ സ്പിരിച്വൽ വാർഫെയറിൽ അവർക്ക് നിൽക്കാൻ കഴിയണമെങ്കിൽ അസാധാരണമായ ദൈവകൃപ ആവശ്യമുണ്ട്. ഇന്ന് രാത്രിയിൽ ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ നിർത്തുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടെ പറയുന്നു, വാട്ട് യു ഹാവ് ഇൻ യുവർ ഹാൻഡ്. ദൈവം ഇതിനെ ട്രാൻസ്ഫോം ചെയ്യുന്നു. അസാധാരണമായ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഓരോരുത്തരെയും ദൈവം ട്രാൻസ്ഫോം ചെയ്യുകയാണ്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരം നൽകിയ ദൈവദാസനും ലീഡർഷിപ്പിന് പ്രത്യേക നന്ദി. പ്രത്യേകിച്ച് ഇടുക്കള സാറിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു. പ്രിയ സഹോദരൻ വെസ്ലി, ബേവൻചാന്, മിനു, രേഷ്മ, എല്ലാവർക്കും പ്രത്യേക നന്ദി. ലൈനിൽ ജോയിൻ ചെയ്തിരിക്കുന്ന എൻ്റെ പ്രിയരായ പല പ്രിയപ്പെട്ടവരുടെ ശബരോട് ചാൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രത്യേക നന്ദി, വന്ദനം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥന അന്യോന്യം ഓർക്കാം.